ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ രാവിലെ തൊട്ടിട്ടുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. മോൾ എണീറ്റ് ഓളെ മദ്രസയിൽ അയക്കുന്നതും അതിൻ്റെ ഇടയിൽ എൻ്റെ സ്കൂളിലേക്ക് ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് സത്യം പറയാലോ ഞാനിന്ന് ഇട്ട് പടക്കുന്നുണ്ടായത്. ലാസ്റ്റ് ഞാനിങ്ങനെ വിചാരിച്ച് പഠിച്ചോനെ ഇനി എല്ലാം കൂടെ മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫുഡ് റെഡി ആവൂലേ എന്ന് വിചാരിച്ച് രാവിലെ ഞാൻ എണീറ്റ പാടന്നെ ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ മോളെ മദ്രസയിലേക്ക് വിടാന്ന്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും, മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ യൂണിഫോമും മുടികെട്ടലും കാര്യങ്ങളൊക്കെ സെറ്റാവും. അപ്പോൾ നമ്മളൊരു 5:45 ആ സമയത്താണ് മോളെ വിളിച്ച് റെഡിയാക്കൽ. അപ്പോൾ ഞാൻ ഇന്ന് എണീക്കാൻ തന്നെ 5:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് പോയി. എല്ലാം കൂടെ 6 മണി ആ സമയത്തായിരുന്നു മോൾ എണീറ്റ് റെഡി ആയത്. അപ്പോൾ ഓക്ക് എണീറ്റ് ഓൾ പോകുന്നത് വരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നല്ലോണം ലേറ്റായി. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു പഠിച്ചോനെ എല്ലാം കൂടെ ഇനി ഇന്ന് എൻ്റെ മോക്ക് ലഞ്ച് ഉണ്ടാവൂലേ എന്ന് ടെൻഷൻ അടിച്ച് പോയി. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എണീറ്റ് മോളെ റെഡിയാക്കലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കണത്. രാവിലെ മദ്രസയിലേക്ക് പോകുമ്പം അങ്ങനെയൊന്നും തിന്നൂല. അപ്പോൾ പിന്നെ ഞാൻ കപ്പ് കേക്കാണ് കൊടുത്തിട്ടുള്ളത്. വാനില ഫ്ലേവറാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ചോക്ലേറ്റും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ആ ഒരു ചോക്ലേറ്റ് കഴിക്കും, പക്ഷേ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറില്ല, ബിസ്ക്കറ്റും കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ജീരക വെള്ളം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ചൂടുവെള്ളമായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. അപ്പം ഈ സംഭവങ്ങളൊക്കെ രാവിലെ ചെയ്തുകൊണ്ട് തന്നെ എന്താ പറയുക, ഇന്ന് എനിക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ലാസ്റ്റ് ടൈമിൽ ജസ്റ്റ് ഒന്ന് മുടി അയച്ച് കെട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ രാവിലെ മദ്രസ പോകുന്ന സമയത്ത് തന്നെ എല്ലാം റെഡി ആയിട്ടായിരിക്കും മദ്രസയിലേക്ക് ഞാൻ മോളെ വിടല്. പുതുതായിട്ട് വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ എൻ്റെ വീഡിയോ കാണുമ്പോൾ പറയാൻ തോന്നുന്നത് അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അതൊക്കെ നേരിടാനുള്ള ശക്തിയോട് കൂടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കണത്. അപ്പോൾ ഇന്ന് മോള് റെഡിയായി, സംഭവങ്ങളൊക്കെ സെറ്റായി, വെള്ളം കുടിക്കാണ്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് മോളെ മദ്രസയിലേക്ക് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്ന സമയത്തായിരുന്നു ഞാൻ അതിന് മുന്നേ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചിക്കന് ആ ഒരു ഐസ് പോയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ പിടിച്ച് വലിച്ച് ഐസൊക്കെ കളഞ്ഞ് ആ ചിക്കൻ ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഫ്രൈഡ് റൈസ് ആണ്. കാരണം ഇന്നലെ ചോറ് വെച്ചിട്ടുണ്ടായിട്ടില്ല. ചോറ് നമുക്കുള്ളതുകൊണ്ട് തന്നെ അതന്നെ തിളപ്പിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, രാവിലെ എണീറ്റ സമയത്ത് എന്ത് കൊടുക്കുന്നില്ല കൺഫ്യൂഷൻ രാത്രിയിലുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓൾ ഓക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ 65-ൻ്റെ ആ ഒരു ലുക്കിലായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈരൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ അരിപ്പൊടിയും കോൺഫ്ലവറും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പം തന്നെ ഒരു 7 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. കാരണം എൻ്റെ റൈസ് ആയിട്ടില്ല, ചിക്കൻ ആയിട്ടില്ല, മസാല ആയിട്ടില്ല. ആകെ ടെൻഷനായി. പഠിച്ചോനെ എല്ലാം കൂടെ ഇനി ഇതാവൂലേന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ മോനും കൂടി എണീറ്റിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. എനിക്ക് ഓനെ എന്താ പറയുക, ജസ്റ്റ് വേഗം ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ രാവിലെ എണീറ്റ പാടാനോ കുളിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ പാമ്പസൊക്കെ അയച്ചു കൊടുത്തിട്ട് ഓനൊന്ന് ഫ്രഷ് ആക്കും. ഇന്ന് പിന്നെ എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഓനാണെങ്കിൽ രാവിലെ എണീറ്റതിൻ്റെ ആ ഒരു മൂഡിൽ എന്നോട് എടുക്കുമെന്നും പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഒന്നും നടക്കുമല്ലോ ഉമ്മ ഒന്നും ഓനെ നോക്ക് പറഞ്ഞിട്ട് ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കലാണ്. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച് ചിക്കൻ ഫ്രൈ കുറച്ച് സമയം ഒന്ന് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം 7 മണിയായപ്പോൾ എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. ആ സമയം ആകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിചാരിക്കുക, എനിക്ക് ആദ്യം ഒന്ന് റൈസ് അവിടെ കൂക്കിച്ച് വെച്ചാൽ പ്രശ്നമില്ലല്ലോ എന്നുള്ള മൈൻഡ് വന്ന്. അപ്പോൾ പിന്നെ ഞാൻ വേഗം റൈസ് അവിടെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് അരിയിലാണ് ചോറ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ വേഗം അത് കുക്കറിലാണ് ഉണ്ടാക്കണത്. ഇല്ലെങ്കിൽ ഞാൻ മറ്റെങ്ങനെ ആക്കാൻ വേണ്ടി കഴിഞ്ഞാൽ എന്തായാലും ടൈം കുറേ ആവും. അപ്പോൾ പിന്നെ വേഗം ചടപടേ എല്ലാം ചെയ്യാമെന്നില്ല മൈൻഡിൽ ആദ്യം കുക്കറിൽ വെള്ളം ഒഴിച്ച് 1 കപ്പിന് 2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഉപ്പ്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ആക്കിയ ഫുഡിനൊന്നും ഞാൻ ഉപ്പ് നോക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം പോലും ഒരു സാധനം ഞാൻ ഉപ്പ് നോക്കാണ്ടാണ് ആക്കിയിട്ടുള്ളത്. അത് ചിക്കൻ ഫ്രൈ ചെയ്തതും നെയ്ച്ചോറായാലും അതുപോലെ തന്നെ മസാല ആയാലും ഒന്നിൻ്റെ ഉപ്പ് ഞാൻ നോക്കിയിട്ടില്ല. ലാസ്റ്റ് ഞാൻ മൂക്ക് വായിലിട്ട് കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ നോക്കി
നോക്കിയത്. കാരണം എനിക്ക് അതിനുള്ള ടൈമും കൂടെ ഇല്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഓരോ ടൈമിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര വെപ്രാളായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരു പിടപ്പ് കളിയാണ്, എനിക്ക് ഭയങ്കര ഒരു പിടപ്പ് കൂടുതലാണെന്ന് ഉമ്മ എന്നോട് എപ്പോൾ പറയും. കാരണം അതുകൊണ്ട് തന്നെ കുറേ അപകടങ്ങൾ പറ്റലുണ്ട്. കൈ മുറിയും, അതുപോലെ തന്നെ കയ്യിൽ നിന്ന് എല്ലാ സാധനവും വീണ് പൊട്ടും, ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ. അപ്പം ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു കണ്ടിട്ടുണ്ടായത്, ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കണ്ട് ഒരു 65-ൻ്റെ ആ ഒരു ചിക്കൻ 65-ൻ്റെ ആ ഒരു ടേസ്റ്റിൽ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നുള്ളൊരു മൈൻഡ്. അപ്പോൾ മോൾക്ക് നല്ലോണം ഇഷ്ടമായിട്ട് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ എത്രത്തോളം വെപ്രാളപ്പെടുന്നുണ്ട് എന്ന്. അപ്പം പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ടെൻഷൻ ഓക്ക് തിന്നാൻ പറ്റാണ്ടിരിക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വണ്ടി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിക്ക് തിന്നാൻ പറ്റാണ്ട് ആവുമെന്ന്. ഇടയ്ക്ക് 2 പ്രാവശ്യം പുറത്തേക്കും പോകണമല്ലോ, മദ്രസയിൽ കൊണ്ടാക്കാനും കൂട്ടാൻ വരാനും ഒക്കെ പോകണമല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ ആയപ്പോൾ അവിടെ ഒരു കുറച്ച് സമയം പോയി. പിന്നെ എനിക്കൊന്ന് ഇത്താതൻ്റെ അടുത്ത് പോകാനുണ്ടായിരുന്നു രാവിലെ തന്നെ, അവിടെയും പോയി. എല്ലാം കൊണ്ടും നല്ലോണം ലേറ്റായി പോയി എന്ന്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടും ഉണ്ടായിട്ടില്ല ഈ ഒരു ടൈം വരെ, ഈ ഒരു ടൈം മോൾ അയക്കുന്നത് വരെ. കാരണം പിന്നെ സമയം ലേറ്റായി. ഞാൻ രാവിലെ അല്ലെങ്കിൽ ഞാൻ ഫ്രൈഡ് റൈസ് ആക്കുന്ന സമയത്ത് തലേന്ന് മസാല ഉണ്ടാക്കി വെക്കും. അപ്പോൾ പിന്നെ എനിക്ക് രാവിലെ നെയ്ച്ചോറാക്കി മിക്സ് ചെയ്യലേ വേണ്ടോ എന്ന് വിചാരിക്കും. നോർമൽ നെയ്ച്ചോറിലാണ് കേട്ടോ ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കല, അതിന് വേറെ ബാസ്മതി റൈസ് ആക്കലില്ല. കാരണം നമുക്ക് ഇത് മതി എന്നില്ല മൈൻഡാണ്. അപ്പോൾ പിന്നെ ആ ഒരു എല്ലാം കൂടെ രാവിലെ ആക്കണം എന്നില്ല വെപ്രാളായതുകൊണ്ട് എനിക്കൊന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി രാവിലെ എന്തായാലും ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഇറങ്ങാൻ വേണ്ടി പറ്റൂല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി. അപ്പം ഞാനങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസ് ആദ്യം മുട്ട ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 മുട്ട പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില്ലി സോസും ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഈ ഒരു മസാല കുറച്ച് അധികം ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ചിക്കൻ 65 വെച്ചിട്ട് ആക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, ഈ ഒരു മസാല ഒക്കെ കുറച്ച് അധികം ആക്കി എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഫ്രൈഡ് റൈസ് മിക്സ് ആക്കിയതിന് ശേഷം മോളെ വീണ്ടും മദ്രസയിലേക്ക് കൂട്ടാൻ വേണ്ടി പോയി. ഓളെ കൂട്ടുന്നതിന് മുന്നേ ഞാൻ ഇതെല്ലാം സെറ്റാക്കിയിട്ടായിരുന്നു പോയത്. ഇനിയിപ്പോൾ ഫുഡൊക്കെ എടുത്തു വെക്കണം. ഏകദേശം സമാധാനമായിട്ടുണ്ട് എനിക്ക്. അങ്ങനെ നമ്മളുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ ആയിരുന്നു കേട്ടോ ഓക്ക് നാസ്തക്കും കൊടുത്തിട്ടുണ്ടായത്. 10 നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 അതിന് കറി വേണ്ട അത് വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഏതായാലും ഇതന്നെ കഴിച്ചോട്ടെ എന്ന് വെച്ച് അങ്ങനെ ലഞ്ച് ബോക്സിലേക്ക് ലഞ്ച് എടുത്തു വെക്കലാണ്. അപ്പോൾ മുന്തിരിയാണ് ഞാൻ സ്നാക്സിന് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ഇന്നലെ സെറ്റാക്കി വെച്ചതായിരുന്നു, കഴുകി തോർത്തി വെച്ചതായിരുന്നു. അപ്പം ഞാൻ വേറെ സാലഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, കാരണം ടൈമില്ല. അപ്പോൾ പിന്നെ ഞാനൊരു കുറച്ച് അച്ചാറും കൊടുത്ത്. ഇതുമ്മ വീട്ടിൽ നിന്ന് ആക്കിയത് അച്ചാറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ. അധികം എരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത്. അങ്ങനെ ഇത് ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. ഇനി ഇത് കിറ്റിലെടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് മോൾക്ക് ഫുഡ് കൊടുക്കലാണ്. ഞാൻ ഇതന്നെ കൊടുത്തുകൊണ്ട് തന്നെ ഫുള്ളിങ്ങനെ തിരക്കിലായിരുന്നു. ഞാൻ മോളോട് ഒന്ന് ബാഗൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓള് നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഓൾക്ക് ഫുഡും കൊടുത്ത്. പിന്നെ പോവാനായ സമയത്ത് മുടി ഒന്നും കൂടെ സെറ്റാക്കി കൊടുക്കും. മുടി സംഭവം ബാക്കിലത്തെ ഒരു കുടുക്കുണ്ടായിരുന്നു, ആ ഹുക്ക് കുടുങ്ങിയിട്ട് മുടി കംപ്ലീറ്റ് കൊളത്തി വലിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മുടി രണ്ടാമത് അയക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ടൈം ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ക്ലോക്കിൽ കണ്ടത് 8:20 എന്നായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, വണ്ടി വന്ന റബ്ബേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോൾ വണ്ടി വന്നിട്ടില്ല, 8:10 ആയിട്ടുണ്ടായിട്ടുള്ളൂ. 8:15 വണ്ടി വരത്ത്. എല്ലാം കൂടെ ഒന്ന് സമാധാനമായിരുന്നു. ഞാൻ കുറച്ച് സമയം ഒന്ന് സിറ്റ് ഔട്ടിൽ പോയിട്ട് ഇരിക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെപ്രാളം കൂടിയത് ആ ഒരു 8:20 ടൈം കണ്ടപ്പോഴാണ്. അങ്ങനെ മുടിയൊക്കെ ഈ ഒരു സൈഡ് മാത്രം മുടി ഞാൻ മാറ്റി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, മറ്റേ സൈഡ് കെട്ടി കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വാരി ഒതുക്കി കൊടുത്ത്. പിന്നെ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ അടിച്ച് ഞാനിങ്ങനെ ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നായിരുന്നു എനിക്ക് കുറച്ചും കൂടെ റഷായിട്ട് ഫീൽ ചെയ്തത്. ഇതുവരെ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതൊന്ന് ഡിലേ ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്. പിന്നെ ഞാൻ കുറച്ച് സമയം സിറ്റ് ഔട്ട് പോയിട്ടിരുന്ന് ഞാനൊന്ന് ഫ്രീ ആയിട്ടിരുന്ന്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. അന്ന് പഠിച്ചാലും കറക്റ്റ് ടൈമിൽ മോളെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി പറ്റി, കറക്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് റഷായിന്ന് മാത്രമേ ഉള്ളൂ. മോള് പോയതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലീനിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ.